ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Zന്റെ ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMDയിൽ കുറച്ച് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ജോബ് അപ്ഡേറ്റ്സ് എന്തെല്ലാം വന്ന്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് KIIFBയിലാണ് വിവിധ തസ്തികകളിലായിട്ട് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഏകദേശം 113 ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 14/8/2019 മുതൽ 28/8/2019 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് അഥവാ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്ത് ഏകദേശം 25,000 മുതൽ 80,000 വരെ സാലറി ലഭിക്കുന്ന തസ്തികകൾ ഇതിലുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കുക, താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റും അതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ നോക്കുക. ഉണ്ടതിന് ശേഷം ഉള്ള ആളുകൾ മാത്രം അപേക്ഷിക്കുക. നോക്കാം നമുക്കിതിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ 18 വേക്കൻസി വന്നിട്ടുണ്ട്. BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഡിസേബിൾ, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഡിസേബിൾ പറഞ്ഞിരിക്കുന്നത് MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. വർക്കിംഗ് എക്സ്പീരിയൻസ് 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 30,000 to 50,000 വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1/8/2019 വെച്ചായിരിക്കും കണക്കാക്കുക. പിന്നെ ഡ്രാഫ്റ്റ്മാൻ എന്ന തസ്തികയിലേക്ക് 24 വേക്കൻസി വന്നിട്ടുണ്ട്. 1 ഇയറിൻ്റെ കോൺട്രാക്ട് ബേസ് ആയിരിക്കും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് സർട്ടിഫിക്കറ്റ് ഇൻ AutoCAD ഓർ സിമിലർ ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ. 3 ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. 25,000 ആണ് ഇതിലേക്ക് റെമ്യൂണറേഷൻ. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ടെക്നിക്കൽ എക്സ്പേർട്ട് പറഞ്ഞ് 6 വേക്കൻസി വന്നിട്ടുണ്ട്. ഡിപ്ലോമ ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 30,000 to 50,000 വരെയാണ് സാലറി. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ എക്സ്പേർട്ട് BIM ഇൻഫ്ര എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഡിപ്ലോമ ഓർ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസാണ് പറഞ്ഞിരിക്കുന്നത്. 30 to 50 ഇതിലേക്ക് വരുന്ന സാലറി. ഇപ്പോൾ എല്ലാം വരുന്നത് 40 to 50 ആണ്. അതുപോലെ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. ടെക്നിക്കൽ എക്സ്പേർട്ട് ആർക്കിടെക്ചർ 4 വേക്കൻസി. ടെക്നിക്കൽ എക്സ്പേർട്ട് സ്ട്രക്ചറൽ 11 വേക്കൻസി. അതിലൊക്കെ വന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നമുക്ക് താഴെ നോക്കുക. അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ് ബിൽഡിംഗ് 1 വേക്കൻസി. അപ്പോൾ കൺസൾട്ടൻറ്റ് ടെക്നിക്കൽ എക്സ്പേർട്ട് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ 5 വേക്കൻസി. അപ്പോൾ മൊത്തം ടെക്നിക്കൽ പരമായിട്ടുള്ള ഒഴിവുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ഒഴിവുകളുണ്ട്. എല്ലാത്തിനും വേണ്ടത് BTech ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, മാസ്റ്റർ ഓർ സോഷ്യൽ വർക്ക് ആ ഒരു രീതിയിലുള്ള മെക്കാനിക്കലും അതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ സോഷ്യൽ വർക്ക് MSW ഉള്ള ആളുകൾക്കും ഒഴിവുകളുണ്ട്. ഒക്കെ നിങ്ങൾ താഴെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് വായിച്ചു നോക്കാം. അപ്പോൾ 30,000 to 50,000 വരെ സാലറി ലഭിക്കുന്ന അധികം തസ്തികകൾ 30 to 50 ആണ്. എക്സ്പീരിയൻസും വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ സ്ലൈഡും ജസ്റ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിച്ച് നോക്കുക, നോട്ടിഫിക്കേഷൻ നോക്കുക. തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ മുഖാന്തരമായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് CMDയുടെ വെബ്സൈറ്റിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ്, ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.